ഉണ്ണി സെൽവലിംഗം തിരക്കഥയൊരുക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് ബൾട്ടി. ഷെയ്ൻ നിഗം, പ്രീതി അസ്രാണി, ശാന്തനു ഭാഗ്യരാജ് തുടങ്ങിയവരാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഷെയ്ൻ നിഗത്തിൻ്റെ എല്ലാ സിനിമകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രത്തിനും ഒരു പ്രത്യേക അപ്പിയറൻസ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ആ കഥാപാത്രത്തിന് വേണ്ടിയാണെങ്കിലും ആ ഒരു രൂപത്തിന് വേണ്ടിയാണെങ്കിലും അദ്ദേഹം കൃത്യമായിട്ടുള്ള എഫേർട്ട് എടുക്കാറുണ്ട്. അത് ഈ സിനിമയിലും വ്യക്തമാണ്. അപ്പിയറൻസിൽ മാത്രമല്ല, പെർഫോമൻസിലും അദ്ദേഹം ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബൾട്ടി ഒരു സ്പോർട്സ് ആക്ഷൻ ഫിലിമാണ്. നമ്മൾ ട്രെയിലറിലും ടീസറിലൊക്കെ കണ്ടതുപോലെ തന്നെ കബഡിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട സ്പോർട്ട്. അപ്പം ഷെയ്ൻ നിഗത്തിന് ഒരു സ്വന്തമായ ടീമുണ്ട്. അപ്പം ശാന്തനുവാണ് അതിൻ്റെ ടീം ക്യാപ്റ്റൻ. ഇവർ ആ നാട്ടിലെ മിക്ക കോമ്പറ്റീഷനുകളും പോവുക, ആ കോമ്പറ്റീഷനിലും വിജയിക്കുക, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു സ്ഥിരം നടക്കുന്ന പരിപാടികൾ. ഇതേ നാട്ടിൽ തന്നെ ഒരു 3 ഗ്യാങ്ങുകളുമുണ്ട്: ഭൈരവൻ, ജീമ ആൻഡ് സോഡാ ബാബു. ഭൈരവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് സെൽവരാഘവനാണ്. അതുപോലെ തന്നെ ജീമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് പൂർണിമ ഇന്ദ്രജിത്ത്. പിന്നെ കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സോഡാ ബാബു. ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അൽഫോൺസ് പുത്രനാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് അൽഫോൺസ് പുത്രൻ ആക്ടറായി സിനിമകളിലൂടെ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സോഡാ ബാബു എന്ന കഥാപാത്രം തീർച്ചയായിട്ടും വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സ്വാഗും കുറച്ച് പരിപാടികളും എല്ലാം അൽഫോൺസ് കൃത്യമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടുള്ള മൈന്യൂട്ട് പരിപാടികളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗംഭീരമായിട്ട് ഈ വേഷം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർണിമ ഇന്ദ്രിയത്തിൻ്റെ ജീമ എന്ന കഥാപാത്രവും നമുക്ക് ഭയങ്കര പെട്ടെന്ന് സ്ട്രൈക്കാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ഈ 3 ഗ്യാങ്ങുകളും ആ നാട്ടിലെ പ്രധാനപ്പെട്ട പലിശയ്ക്ക് കൊടുക്കൽ ടീമുകളാണ്. ഇവരെല്ലാം 3 തരത്തിലാണ് പലിശയ്ക്ക് കൊടുക്കുന്നത്. ഭൈരവന് ഒരു പ്രത്യേക സ്റ്റൈലുണ്ടെങ്കിൽ സോഡാ ബാബുവിന് പ്രത്യേക സ്റ്റൈലാണ്. അതുപോലെ തന്നെ ജീമായ്ക്കും പ്രത്യേക സ്റ്റൈലാണ്. ഭൈരവൻ ഒട്ടുമിക്ക ആളുകൾക്കും ഒരു ബാങ്ക് എന്ന നിലയിലൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് നടത്തുന്ന ഒരു മുതലാളി എന്ന നിലയിലാണ് കാശ് കടം കൊടുക്കുന്നത്. വേറെ സോഡാ ബാബു കൂടുതലും കോളേജ് വിദ്യാർത്ഥികളെയൊക്കെ എയിം ചെയ്താണ് പലിശയ്ക്ക് കടം കൊടുക്കുന്നത്. എത്ര 5000 രൂപ മറ്റൊക്കെയാണ് സോഡാ ബാബുവിൻ്റെ ലിമിറ്റ്. അപ്പോൾ ജീമയ്ക്കും അതുപോലെ ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ട്. സ്ത്രീകളെ മാത്രം എയിം ചെയ്തുകൊണ്ടാണ് ജീമ പലിശയ്ക്ക് കൊടുക്കാറ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ മാത്രമുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു ഈ പല രീതിയിലുള്ള പലിശയ്ക്ക് കൊടുക്കൊക്കെ. കൊള്ളാം. ഭൈരവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഫിനാൻസിൻ്റെ മുതലാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ബാങ്കൊക്കെ ഒന്ന് വലുതാക്കണം, കുറച്ചും കൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ആവണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ബാക്കി 2 പേരും അത്രക്കില്ലെങ്കിലും ഭൈരവനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഇടയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് അറിഞ്ഞോ അറിയാതെ ഡ്രാഗ് ചെയ്യപ്പെടുകയാണ് ഷെയ്ൻ നിഗവും ശാന്തനുവും അടങ്ങുന്ന കുറച്ച് കൂട്ടുകാർ. അപ്പം ഭൈരവൻ്റെ ഗ്യാങ്ങിലേക്ക് ചേരുകയും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അവിടുന്ന് സൗഹൃദങ്ങൾ എങ്ങനെയാണ് മുറിച്ചു മാറുന്നതും എന്നൊക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. സിനിമയിൽ ഏറ്റവും എടുത്തു പറയണം എന്ന് എനിക്ക് തോന്നിയൊരു സംഭവമാണ് ഇതിലെ സ്റ്റൺസ്. സന്തോഷ് എസ് വി അതുപോലെ തന്നെ വിക്കി, ഇവർ 2 പേരുമാണ് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. കാരണം ചില സിംഗിൾ ഷോട്ട് പരിപാടികളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഷെയ്ൻ നിഗത്തിന് അത് നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. ഷെയ്ൻ നിഗം മാത്രമല്ല, ആ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും ഗംഭീരമായിട്ട് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. ഈ ഗ്യാങ്ങിൽ തന്നെ അടങ്ങുന്ന മറ്റ് 2 പേരാണ് ശിവ ഹരിഹരനും അതുപോലെ തന്നെ ജിക്സണും. ഇവരപ്പോൾ ജിക്സണിൻ്റെ ആദ്യത്തെ സിനിമയാണ്, പക്ഷേ കണ്ടാലും നമുക്ക് ഒരിക്കലും തോന്നില്ല. ജിക്സൺ ഗംഭീര പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശിവ ഹരിഹരൻ്റെ ചില പ്രത്യേക സ്റ്റണ്ട് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ കൊറിയോഗ്രാഫറുമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഇടയുണ്ടായി. അപ്പം അവരും പറഞ്ഞത്, അതായത് കബഡിയിലെ പല മൂവ്സുകളും വെച്ചിട്ടാണ് ഇവർ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പല സീനുകളിലും ഇപ്പോൾ സ്റ്റണ്ടുകൾക്കിടയിൽ തന്നെ പല മൂവുകളും കബഡി ചെയ്യുന്ന മൂവുകൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ ബ്രില്യൻ ക്യാമറ വർക്കാണ്, ടു ബി ഫ്രാങ്ക്. അതുപോലെ തന്നെ സായ് അഭ്യങ്കറാണ് സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, സായിയുടെ മിക്ക സോങ്ങുകളും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എല്ലാം ഭീകര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സോങ്ങുകളാണ്. സിനിമയിൽ കൊള്ളാം. ഭയങ്കര എടുത്ത് പറയത്തക്ക പരിപാടികൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്. പക്ഷേ നല്ല നീറ്റായിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സിനിമയിലെ തന്നെ ജാലക്കാരി എന്ന സോങ്ങൊക്കെ ഇപ്പം പക്ക ട്രെൻഡിങ് ആണ്. അപ്പം അതൊക്കെ സായിയുടെ തന്നെ ക്രിയേഷനാണ്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ BGMകളും കാര്യങ്ങളും എല്ലാം രസമുണ്ട്. ഒരു ന്യൂ കമ്മർ എന്ന പ്രശ്നങ്ങളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഷെയ്ൻ നിഗത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ഒരു സിനിമ കൂടിയാണ് ബൾട്ടി. അപ്പം ഈ സിനിമ ഒരു വലിയ ബെഞ്ച് മാർക്ക് ആവട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു.